എവിടെ നോക്കിയാടി നടക്കുന്നത്? ഘനഗംഭീരം നിറഞ്ഞ ശബ്ദം. ആ മുഖത്തൊന്ന് നോക്കി തൊണ്ടക്കുഴിയിൽ നിന്നും വെള്ളം വറ്റുന്നത് പോലെ തോന്നി. അപ്പോഴും വരുണേട്ടനെ 2 കൈകൊണ്ട് ഞാൻ പിടിച്ചിരുന്നു. ഒന്ന് ഞെട്ടി പിടഞ്ഞുകൊണ്ട് കൈ പിൻവലിച്ചു. എനിക്ക് പറയാൻ വാക്കുകളില്ലാതെ ഞാൻ ഉഴറി. മാറി നിൽക്കടി അങ്ങോട്ട്. ഒരു കൈ കൊണ്ട് വരുണേട്ടൻ എന്നെ തള്ളി വശത്തേക്ക് മാറ്റിക്കഴിഞ്ഞിരുന്നു. ഒരു പരിചയവും കാണിക്കാതെ പോകുന്നത് നോക്കി നിന്നു ഞാൻ. ദൈവമേ, എന്നെ ഇനി മനസ്സിലായില്ലേ? ഞാൻ എന്നെ തന്നെ നോക്കി. ഒരുപാട് വളർന്നു. ഞാൻ സത്യത്തിൽ ഒരു സുന്ദരി കുട്ടിയായി തീർന്നിട്ടുണ്ട്. മാളു, നീ എപ്പോൾ വന്നു? അപ്പുവേട്ടൻ നെഞ്ചെടുപ്പ് മറച്ചുകൊണ്ട് ഞാനൊന്ന് ചിരിച്ചു. രേവതിയെ പരിചയപ്പെട്ടോ? ഞാൻ തലയാട്ടി. വാ, വരുണിനെ പരിചയപ്പെടുത്തി തരാം. അപ്പുവേട്ടൻ എൻ്റെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് വലിച്ചു. വരുൺ, അയ്യോ, ഈ കാലൻ എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. വരുൺ, ഇത് മാളു, മാളവിക നായർ, എൻ്റെ മൂത്തമ്മാവൻ്റെ ഒരേ ഒരു പുത്രി. ആ, നീ +2 പഠിച്ച സ്കൂളിലാണ് ഇവളും പഠിച്ചത്. നീ കണ്ടിട്ടുണ്ടോ ഇവളെ? വരുണേട്ടൻ എന്നെ ഒന്ന് നോക്കി മീശയൊന്ന് പിരിച്ചു. ദൈവമേ, ഇപ്പോൾ എൻ്റെ അനപ്പല്ല് തെറിക്കും. ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഹൃദയം ചെണ്ടമേളമാണോ മദ്ദളമാണോ എന്ത് മേളമാണെന്ന് ഹൃദയത്തിൽ നിന്നും ഉയരുന്നതൊന്നും മനസ്സിലാകുന്നില്ല. ഇല്ല, ഇങ്ങനെ ഒരാളെ കണ്ട ഓർമ്മയില്ല. ഞാനൊന്ന് ഞെട്ടി കണ്ണു തുറന്നു. ദൈവമേ, എനിക്ക് വട്ടായതാണോ അതോ ഇയാൾക്ക് വട്ടായതാണോ? ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ആ മുഖത്തേക്കൊന്ന് നോക്കി. ഒരു പരിചയഭാവം കാണിക്കുന്നില്ല. അയാൾ മറ്റൊരു ലോകത്താണ്. ഇനി എന്നെ മനസ്സിലായി കാണില്ല. ഇല്ലെങ്കിൽ വേണ്ട, ഓർമ്മപ്പെടുത്താൻ നിൽക്കണ്ട. അത് ചിലപ്പോൾ അടി ചോദിച്ചു വാങ്ങുന്നതിന് തുല്യമായിരിക്കും. എങ്ങനെയോ അവിടെ നിന്നും തടി തപ്പി പിള്ളേരെ കൊണ്ട് വീട്ടിൽ വന്ന ശേഷം ശ്വാസമൊന്ന് നേരെ വിട്ടത്. മാളു, നീ ആ മാവിൽ കയറി 2 മാങ്ങ പൊട്ടിച്ചിട്. ചിറ്റ കയ്യിലൊരു തോട്ടിയായി എൻ്റെ അടുത്തേക്ക് ചെന്നു. ബെസ്റ്റ്, ഫാമിലി മരം കയറാൻ ഇത്രയും പ്രോത്സാഹനം വേറെ എവിടെ കിട്ടും? ഞാൻ തന്നെ കയറണോ ചിറ്റെ? ചിക്കുവിനോട് പറ. എന്നിട്ട് വേണം അവനെ ഇറക്കാൻ. നീ ഒന്നുകൂടെ കയറാൻ. അതിലും ഭേദം മാളു, നീ കയറുന്നതാണ്. ആ, സ്വന്തം മോനെ പറ്റി ഇങ്ങനെ അഭിപ്രായമുള്ളത് നല്ലതാ. എന്ത് ചെയ്യാൻ, ആ കുരങ്ങന്മാരേക്കാൾ ഭേദം നീ. ചിറ്റയുടെ വക നല്ല കോംപ്ലിമെൻറ്റും. കീപ്പ് ഇറ്റ് അപ്പ് മാളു. ഞാനൊന്ന് സ്വയം പൊങ്ങി പതുക്കെ മാവിലേക്ക് കയറി കുറച്ച് മാങ്ങ പൊട്ടിച്ചു കൊടുത്തു. രാത്രിയിൽ പതിവ് പോലെ പിള്ളേരോട് റിമോട്ടിനടി ഇടാതെ മാറിയിരുന്ന എൻ്റെ അടുത്തേക്ക് പോരാളി വന്നു. എന്തു പറ്റി എൻ്റെ കുട്ടിക്ക്? ഈ ജോലിയും പോയോ? അത് പോയി, അതല്ലേലും വിധിച്ചിട്ടില്ല. കണ്ടോ സുമേ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവൾ ആ ജോലി കളഞ്ഞിട്ടാ വന്നതെന്ന്. MCA പഠിക്കാൻ വിട്ടപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ ലോൺ എടുത്ത് വയ്യാവേലി തലയിൽ വയ്ക്കരുതെന്ന്. അപ്പോൾ അച്ഛൻ മോളുടെ താളത്തിന് തുള്ളി. ഇനി എങ്ങനെ ലോൺ അടക്കും? അതൊക്കെ ഞാൻ അടക്കും. അമ്മ എന്തിനാ ബഹളം വെക്കുന്നത്? പിന്നെ അടക്കാൻ അച്ഛൻ കുറേ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അമ്മ മുറുമുറുത്ത് തുടങ്ങി. നിന്റെ എത്രാമത്തെ ജോലിയാണ്? ഏത് നിനക്ക് വല്ല വിഷയവുമുണ്ടോ മാളു? ചിറ്റൻ്റെ മുഖത്തേക്ക് നോക്കി. അവരുടെ മുഖത്തെ വിഷമം താങ്ങാനാവാതെ ഞാൻ തലകുനിച്ചിരുന്നു. ചിറ്റ പറഞ്ഞത് നേരാണ്. ഇത് 4ാമത്തെ ജോബാണ്. എല്ലായിടത്തു നിന്നും കാരണമില്ലാതെ പറഞ്ഞു വിട്ടു. എത്ര എഫിഷ്യൻ്റായി ജോലി ചെയ്തിട്ടും എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? ആരോ എൻ്റെ പുറകിലുള്ളത് പോലെ, ഒരു ശാപം പോലെ. അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. കണ്ടടക്കുമ്പോൾ വരുണേട്ടൻ്റെ രൂപം മനസ്സിൽ തെളിയുന്നു. താൻ ചെയ്തത് വലിയ തെറ്റാണ്. എന്നെങ്കിലും നേരിട്ട് കണ്ട ആ കാലുകളിൽ വീഴാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്ന് നേരിട്ട് കണ്ടിട്ടും അതിന് കഴിഞ്ഞില്ല. എന്തോ മനസ്സിന് വല്ലാത്തൊരു വേദന. ശരീരം പോയില്ല, വെറും ഒരു നിർവികാരത മാത്രം. എന്തൊക്കെയോ ആലോചിച്ച് എപ്പോഴൊക്കെയോ ഉറങ്ങിപ്പോയിരുന്നു. രാവിലെ കുളിച്ചൊരുങ്ങി പാത്തുവിനെ കാണാനാണ് ഓടിയത്. 1ാം ക്ലാസ് തൊട്ടെൻ്റെ കൂട്ടുകാരി ഫാത്തിമ, എൻ്റെ എല്ലാ കുരുത്തക്കേടിനും കൂട്ടുനിന്നവൾ. പാത്തു. ആ ചെറിയ വീടിൻ്റെ വരാന്തയിലേക്ക് ഞാൻ കയറി. മാളുട്ടി, ഞാൻ വിചാരിച്ചു നീ ഇന്നലെ തന്നെ ഇങ്ങോട്ട് വരുമെന്ന്. തലയിലെ തട്ടവും വലിച്ചിട്ട് ഒക്കത്ത് നെച്ചുമോളെ കൊണ്ട് പാത്തു ഇറങ്ങി വന്നു. നെച്ചുവാവേ. ഞാൻ വാവയുടെ നേരെ കൈനീട്ടി. ഒരപരിചിതത്വം കാണിക്കാതെ അവൾ എൻ്റെ മേലേക്ക് ചാടി വീണു. ഉമ്മാൻ്റെ മോള് തന്നെ ആര് വിളിച്ചാലും കൂടെ ചാടിക്കോളും. അവസാനം ഉമ്മാനെ പോലെ ഇങ്ങനെ വന്നു നിൽക്കരുത്. അയ്യോ, പറഞ്ഞത് അബദ്ധായോ? പാത്തുവിൻ്റെ കണ്ണ് നിറഞ്ഞു വരുന്നത് കണ്ടു. ഡാ, ഞാൻ വെറുതെ. സോറിഡാ. സാരമില്ല മാളു, ഞാനിതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥയാണ്. നിന്റെ വാക്ക് കേൾക്കാതെ ഇറങ്ങി പുറപ്പെട്ടതിന് എനിക്ക് കിട്ടിയ ശിക്ഷ. ഷാഫിക്ക വിളിക്കാറില്ലടാ? ഓർക്കവിടെ വേറെ നിക്കാഹ് ആലോചിക്കുവാണ്. അവളുടെ കണ്ണ് നിറഞ്ഞു. നീ കുഞ്ഞിനെ കൊണ്ട് കയറി ചെല്ലണം അങ്ങോട്ട്. നിന്റെ കെട്ടിയോൻ്റെ വീടാ. അല്ല പിന്നെ ദേഷ്യം വരില്ലേ? നമ്മളെ വേണ്ടാത്തവരെ നമ്മൾക്കും വേണ്ടടാ. പിന്നെ നിന്റെ ജോലിയും പോയോ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? പോയി. അവളുടെ ഉണ്ണിയപ്പ പാത്രത്തിൽ നിന്നും ഒരെണ്ണം എടുത്ത് രുചി നോക്കി.
സൂപ്പർ പെണ്ണെ, എന്തായാലും ഞാനും മിക്കവാറും ഇതുപോലെ ബിസിനസ് തുടങ്ങേണ്ടി വരും ലോൺ അടക്കാനേ. എടാ, ബാങ്കുകാരെ അച്ഛൻ്റെ അടുത്ത് വന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് കേട്ടു, നേരാണോ? അതേടാ, കുഞ്ഞുണ്ണി കവി പറഞ്ഞതുപോലെ ചിന്തിച്ച ഒരു അന്തോ ഇല്ല, ചിന്തിച്ചില്ലേൽ ഒരു കുന്തോ ഇല്ല. ആൾക്കത് പറയാം, എനിക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? അടുത്ത ജോലി ഉടനെ കണ്ടെത്തണം. പിന്നീടാ ഞാൻ വന്നത്. ഞാൻ അയാളെ കണ്ടു. ആരെ? അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി. വരുണേട്ടൻ. എടാ, എന്താ നീ പറയുന്നത്? പാത്തുവിൻ്റെ മുഖത്ത് പല ഭാവങ്ങൾ മിന്നിമാഞ്ഞു. സത്യമാണെടാ, അപ്പുവേട്ടൻ്റെ ഭാര്യയുടെ സഹോദരനാണ്. ഞാനത് പറഞ്ഞതും അവളുടെ മുഖത്ത് ഭയം ശ്രദ്ധിച്ചു. അത് മാളു, നീ സത്യമാണ് ഈ പറയുന്നത്? ഞാൻ അപ്പുവേട്ടൻ്റെ കല്യാണത്തിന് പോയില്ലായിരുന്നു. ആൾ നിന്നെ കണ്ടോ? അവൾ സംശയത്തോടെ എന്നെ നോക്കി. കണ്ടു, പക്ഷേ എന്നെ അറിയില്ല എന്ന് പറഞ്ഞു. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇനി വല്ല പണി തരാനാണോ? ഞാൻ എൻ്റെ നഖങ്ങൾ ഓരോന്നായി കടിച്ചു മുറിച്ചു. പെണ്ണെ, നീ ആ നഖം കടിച്ച് ഇവിടെ ഇടാതെ കടകളിൽ കൊടുക്കേണ്ട സാധനങ്ങളാ. ഓ, വലിയ ബിസിനസ്സുകാരി. ഇതുള്ളത് കൊണ്ടാണ് മോളെ ഞാൻ പിടിച്ചു നിൽക്കുന്നത്. അവൾ അച്ചപ്പം കുള്ളി എണ്ണയിൽ മുക്കുന്നത് നോക്കി നിന്നു. പാവം പെണ്ണ് എത്ര പക്വതയോടെയാണ് പെരുമാറുന്നത്. എന്തായാലും ഇനി എനിക്കിട്ട് അയാൾ പണി തരില്ല. നിന്നെ ആയിരിക്കും അയാൾ ഉന്നം വെച്ചിരിക്കുന്നത്. പാത്തു പറയുന്നത് കേട്ട് ഞാൻ ഉണ്ണിയപ്പ പാത്രത്തിൽ നിന്നും തലപൊക്കി. അയ്യടി മോളെ, ട്രോഫി ഞാൻ ഒറ്റയ്ക്ക് വാങ്ങില്ല, നിനക്കൂടെ വാങ്ങിത്തരൂ. അല്ല പിന്നെ എനിക്ക് ഇനി എന്ത് പണി കിട്ടാനാടാ? പടച്ചോൻ കനിഞ്ഞൊരു പണി തന്നില്ലേ? അവളുടെ പറച്ചിൽ കേട്ടതും ഞാൻ നച്ചൂനെ ഒന്ന് നോക്കി. ആ 3 വയസ്സുകാരി എന്തൊക്കെയോ പൊട്ടിയ കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കുന്നു. പാത്തുവിൻ്റെ ജീവിതം എന്നിൽ നോവുണർത്തി. +2 കഴിഞ്ഞ് ഞാൻ BCAക്ക് ജോയിൻ ചെയ്യുമ്പോൾ ആള് 8 നിലയിൽ പൊട്ടി. അത് പ്രതീക്ഷിച്ചതുമാണ്. അവളുടെ ഉമ്മാൻ്റെ ഒപ്പം പലഹാര കച്ചവടത്തിലേക്ക് തിരിഞ്ഞപ്പോഴാണ് അവൾ ഷാഫിക്കയെ പരിചയപ്പെടുന്നത്. അത് പ്രണയമാകാൻ അധികം നാൾ വേണ്ടി വന്നില്ല. ഊരറിയാതെ ഇവിടെ വന്നവൻ മനുഷ്യനെ അധികം വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞതാണ്. പക്ഷേ അവൾക്ക് പ്രണയമായിരുന്നു വലുത്. അത് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. കൂടെ ഇറങ്ങി സ്വന്തം ഉപ്പാനെ ഉമ്മാനെ മറന്നുകൊണ്ട് തന്നെ അയാളുടെ ചതി മനസ്സിലാക്കി തിരിച്ച് നച്ചുമോളെ കൊണ്ട് വന്നപ്പോഴേക്കും അവൾക്കെല്ലാം നഷ്ടമായിരുന്നു. ആ, മോളെപ്പോൾ വന്നു? ഞാൻ തിരിഞ്ഞു നോക്കി. പാത്തുവിന് സഹായത്തിന് വരുന്ന സരോജമ്മ. ആരോരുമില്ലാത്ത അവരും പാത്തുവിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. ആ, അവൾക്കതൊരു ആശ്രയമാണ്. മോള് നാരായണൻ്റെ മോൻ്റെ കല്യാണത്തിന് വന്നില്ലായിരുന്നു? അമ്മാവൻ്റെ മോനല്ലേ? ലീവൊന്നും കിട്ടിയില്ല സരോജമ്മേ. ഒരു വലിയ ഭാഗ്യമാണ് ആ ചെക്കന് വന്നത്. നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട്. പട്ടിയെ വളർത്തി നടക്കുന്ന ആ ചെക്കന് എങ്ങനെ ഇത്രയും വലിയ വീട്ടിൽ നിന്നും പെണ്ണ് കിട്ടിയെന്ന്. ആങ്ങളച്ചക്കൻ വലിയ കോടീശ്വരനാണെന്നാണ് പറയുന്നത്. ഇങ്ങോട്ട് ആലോചിച്ച് വന്നതാണെന്ന് പറയുന്നു. എന്ത് കണ്ടിട്ടാണാവോ? അവർ കാല് നിവർത്തി താഴേക്കിരുന്നു. ഞാനും പാത്തുവും ഒരുപോലെ ഞെട്ടി. വരുണേട്ടനെ പറ്റിയുള്ള ഞങ്ങളുടെ അറിവ് ഇതല്ലായിരുന്നു. പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ കരിമ്പൻ വീണ് ചുളുങ്ങിയ യൂണിഫോമിൽ തല താഴ്ത്തി നിൽക്കുന്ന വരുണേട്ടൻ്റെ മുഖം മനസ്സിലേക്ക് വന്നു. പ്രിൻസിപ്പാളിൻ്റെ കയ്യിൽ നിന്നും TC വാങ്ങുമ്പോൾ ആ മുഖത്ത് കണ്ണുനീർ പൊടിഞ്ഞിരുന്നുവോ? എന്നിട്ടും ഞാൻ അഹങ്കാരത്തോടെ വിജയം കൈവരിച്ച യോദ്ധാവിനെ പോലെ ആ പാവത്തെ നോക്കി പുച്ഛിച്ചില്ലേ? നിനക്കറിയുമോ വരുൺ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീയും കൂട്ടുകാരികളും ചതിച്ചതല്ലേ? അവൻ്റെ അച്ഛൻ കൂലിപ്പണിയെടുത്താണ് കുടുംബം നോക്കുന്നത്. അവൻ പഠിച്ച് നല്ല ജോലി വാങ്ങിക്കണം. അതാണ് അവൻ്റെ ആ പാവത്തിൻ്റെ ആകെയുള്ള ആഗ്രഹം. നീയെല്ലാം തകർത്തില്ലേ? വരുണേട്ടൻ്റെ കൂട്ടുകാരുടെ വാക്കുകൾ അത് കൂരമ്പ് പോലെ ഇപ്പോഴും ഹൃദയത്തിൽ തുളച്ചു കയറുന്നു. എടാ, എന്തുപറ്റി? പാത്തുവിൻ്റെ വിളിയാണ് എന്നെ ഓർമ്മകളിൽ നിന്ന് വിളിച്ചുണർത്തിയത്. എൻ്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീറൊന്ന് തങ്ങി. ഞാൻ അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. കൊച്ചേ, നിന്റെ ആങ്ങളച്ചക്കന് കല്യാണം വല്ലതും ആയോ? ഇടയ്ക്ക് ബ്രോക്കർ പണിക്ക് പോകുന്ന ആയമ്മ ഒന്ന് എറിഞ്ഞു. പിന്നെ പുര നിറഞ്ഞ് ചുമരിടിക്കാൻ പോകുന്ന അങ്ങേർക്ക് ആര് പെണ്ണ് കൊടുക്കാൻ? ഞാനില്ല എന്ന അർത്ഥത്തിൽ ചുമൽ കൂച്ചി. നിനക്കോ? അവരുടെ കണ്ണ് വിളഞ്ഞു ഗോതമ്പ് പാടം പോലെ നിൽക്കുന്ന എൻ്റെ നേരെ തിരിഞ്ഞു. എന്താണെന്നറിയില്ല, എനിക്ക് എന്നെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പൊക്കുന്നത് വലിയ ഇഷ്ടമാണ്. എനിക്കിപ്പോൾ ഒന്നും കല്യാണം വേണ്ട, എൻ്റെ ലോണൊക്കെ തീർക്കാനുണ്ട്. പാത്തു, ഞാൻ പോവുകയാണേ. നൈസായിട്ട് എസ്കേപ്പായി. അല്ലെങ്കിൽ തള്ളൻ്റെ കെട്ടു നടത്തി പേറും അവിടെ വെച്ചെടുക്കും. വീട്ടിലേക്കുള്ള വഴിയിൽ ആകെ മനസ്സ് കൈവിട്ടു പോയിരുന്നു. സരോജമ്മ പറഞ്ഞതുപോലെ എന്ത് കണ്ടിട്ടാണ് അപ്പുവേട്ടനെ പോലെ ഒരാളെ വരുണേട്ടൻ പെങ്ങൾക്ക് വേണ്ടി ആലോചിച്ചത്? അവർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ വരുണേട്ടൻ താല്പര്യമെടുത്ത് നടത്തിയ കല്യാണം. അപ്പോൾ അതിലൊരു ചതിയില്ലേ? വരുണേട്ടൻ കള്ളം പറഞ്ഞതാണോ എന്നെ അറിയില്ല എന്ന്? അതെ, അതാകാനാണ് സാധ്യത. എന്നെ തേടി വന്നതാണ്. കാരണം ഒരിക്കലും വരുണേട്ടൻ എന്നെ മറക്കില്ല. മുറ്റത്തേക്ക് ചെന്നതും പതിവില്ലാത്തൊരു കാറ്. ഇതാരാപ്പ? കാറും കോളുമായിട്ട് വന്നേക്കുന്നേ, അതും പരിചയമില്ലാത്ത കാറ്.
ഞാൻ അകത്തേക്ക് ചെന്നു. അപ്പുവേട്ടനും രേവതി ചേച്ചിയും. ആഹാ, നിങ്ങളെപ്പോൾ വന്നു? പുതിയ കാറൊക്കെ വാങ്ങിയല്ലോ. സ്ത്രീധനമാണോ? നാവിന് പിന്നെ ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് ഏത് സദസ്സിലും എന്തും വിളിച്ചു പറഞ്ഞ് അടി വാങ്ങിക്കൂട്ടുന്നത് പണ്ടേയുള്ള സ്വഭാവമാണ്. ഷോ, ഈ പെണ്ണ്, നീ ഇങ്ങൊന്ന് വന്നേ. ചിറ്റൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. കാറ് എൻ്റെയല്ല, വരുണിൻ്റെയാണ്. അപ്പുവേട്ടൻ ചിരിച്ചുകൊണ്ട് മൂലയിലുള്ള കസേരയിലേക്ക് നോക്കി. അയ്യോ, വരുണേട്ടൻ. വീണ്ടും ആ പഴയ നിർവികാരത. ഈ കോപ്പൊക്കെ എങ്ങനെ കൃത്യസമയത്ത് വരുന്നു? ഞാൻ ആ മുഖത്തേക്ക് നോക്കി. മസിൽ പിടിച്ചിരിക്കുവാണ്. ഈ ചിരിയെന്ന് പറയുന്ന സാധനം ആരുടെയും മുഖത്ത് കണ്ട് പരിചയമെങ്കിലും ഉണ്ടായാൽ മതി. ഞാൻ എല്ലാവരെയും മാറി മാറി നോക്കി. ആ പട്ടാളം ഇവിടെ ഉണ്ടല്ലോ, വരുണേട്ടനോട് ചേർന്നിരിപ്പുണ്ട്. ഒന്ന് മിനുങ്ങിയിട്ടുണ്ട്. അത് മുഖം കണ്ടാലറിയാം. ദൈവമേ, നേരം വെളുക്കും മുൻപ് ഇതെവിടെ പോയി ഒപ്പിച്ചു? ഞാൻ നേരത്തെ പറഞ്ഞ പണിയിൽ മെയിനാണേ. ചിറ്റൻ്റെ കയ്യിൽ പിടിച്ചകത്തേക്ക് വലിച്ചൊരു ട്രേയിൽ 4 ഗ്ലാസ് ചായ വെച്ചു. ഇതെന്തിനാ ചായ? നിന്നെ പെണ്ണു കാണാൻ വന്നതാ. ആര്? അയ്യോ, എനിക്ക് തല കറങ്ങുന്നു. രേവതി മോളുടെ ആങ്ങള കൊച്ചിന് വേണ്ടി. നല്ല കുടുംബമാണ് മോളെ, നമ്മൾ രക്ഷപ്പെടും. നമ്മൾ രക്ഷപ്പെടും. ചിറ്റ തന്നെ ഇത് കൊടുത്താൽ മതി. ഞാനത് തിരിച്ച് ചിറ്റയുടെ കയ്യിൽ വെച്ചു. ഡി അസത്തെ, പറഞ്ഞത് കേട്ടാൽ മതി. മര്യാദക്ക് കൊണ്ടു കൊടുത്തോളണം. പോരാളി എൻ്റെ തോളിലൊന്ന് തല്ലി. എന്തായാലും കൊണ്ടുകൊടുക്കേ, വേറെ വഴിയില്ല. പുറത്ത് കിടന്ന കാറ് എനിക്കുള്ള കോളും കൊണ്ടാണ് വന്നതെന്ന് സത്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു.